സഹാക്കളെ, ആദ്യമേ തന്നെ ഒരു വിഷയത്തിലെ ഖേദം അറിയുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ പനിയും ചുമയൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ ചുമയുടെ പ്രശ്നമുണ്ട്. ഏറെ ശബ്ദം കൂട്ടി സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് വന്നു എന്നത് മാത്രം. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ 108ാം വാർഷികമാണ്. അതുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം. എങ്കിൽ തന്നെയും അതിന് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ്. അത്തരം ഒരു പരിപാടി സങ്കല്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതിന് സഹാക്കളെ, അതിൻ്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യാനായി ആദ്യ അവസരം ഉപയോഗിക്കുകയാണ്. വളരെ മനോഹരമായി എഴുതിയ നോട്ടീസിൽ ഒരു സെൻറ്റൻസ് എഴുതി കാണുന്നു. തുടക്കത്തിൽ തന്നെ വളരെ മനോഹരമായി, യുദ്ധകാഹളത്തിൻ്റെയും അശാന്തിയുടെയുമായ ഈ അരാജക ലോകത്ത് നാം അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് USSR ഉണ്ടായിരുന്നുവെങ്കിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ മനുഷ്യസ്നേഹികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം USSRൻ്റെ പതനത്തിൽ ഏതെങ്കിലും അളവിൽ വേദനിക്കാത്തവരായി ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതാനും ദിവസം മുമ്പ് പത്രത്തിലൊരു കണക്ക് കണ്ടു. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം, USSRൻ്റെ പതനത്തിന് ശേഷം മുൻ സോവിയറ്റ് പ്രദേശങ്ങളിൽ വീണ്ടും സ്റ്റാലിൻ്റെ പ്രതിമ പൊങ്ങിയത് 84 നഗരങ്ങളിലാണ്. 84 നഗരങ്ങളിൽ വീണ്ടും സ്റ്റാലിൻ്റെ പ്രതിമ പൊങ്ങി. ഇന്നത്തെ റഷ്യൻ ഗവൺമെൻറ്, അതെന്ത് തരത്തിലുള്ള ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, വീണ്ടും സ്റ്റാലിൻ്റെ പേരുള്ള ചില നഗരങ്ങളുടെ നാമം പുനഃസ്ഥാപിക്കുന്നതിനും സ്റ്റാലിനെ അത്തരത്തിൽ റഷ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന ഘടകമായും കണക്കാക്കുന്നതിന് നിർബന്ധിതരായിരിക്കുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കുക, സോവിയറ്റ് യൂണിയൻ തകരുന്നത് അല്ലെങ്കിൽ അത് തകർക്കപ്പെടുന്നത് പുറത്തുനിന്നുള്ള ശക്തികളാകട്ടെ ആന്തരികമായ ശക്തികളാകട്ടെ അവരൊക്കെ തന്നെ അടിസ്ഥാനപരമായി സ്റ്റാലിനെ പറ്റി കള്ളക്കഥകൾ ചമച്ചുകൊണ്ടും സ്റ്റാലിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഡീസ്റ്റാലിനൈസേഷൻ, സ്റ്റാലിനെ ചരിത്രത്തിൽ നിന്ന് നീക്കിക്കളയുക എന്ന പ്രക്രിയയിലൂടെയാണ് അത് സാധിച്ചെടുത്തത്. ഇന്ന് പക്ഷേ 84 നഗരങ്ങളിൽ സ്റ്റാലിൻ്റെ പ്രതിമ വീണ്ടും വന്നിരിക്കുന്നതായി പത്രങ്ങൾ പറയുന്നു. അതായത് സ്റ്റാലിൻ വീണ്ടും പുനരെഴുന്നേൽക്കുന്നു. അതിനും അപ്പുറത്തേക്ക് മാറി സോവിയറ്റ് യൂണിയൻ്റെ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള വർഷാവർഷങ്ങളിൽ ഇൻ്റർനെറ്റ് വോട്ടിങ്ങുകൾ നടക്കുന്നു. അത് ചിലപ്പോൾ വോട്ടിംഗ് ഇങ്ങനെയാകും: റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒന്നാമനായ നേതാവ് ആരാണ്? അവസാനം കണ്ട ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെയാണ്, ഇൻ്റർനെറ്റ് വോട്ടിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി 1-ാം സ്ഥാനത്ത് സ്റ്റാലിൻ എത്തുന്നു. തൊട്ടടുത്ത വോട്ടുകളോടെ 2-ാം സ്ഥാനത്ത് ലെനിൻ എത്തുന്നു. ഇങ്ങനെയാണ് അവസാനം കണ്ട വോട്ടിംഗ് നിലവാരം. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലം എടുത്തു നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 2 ഡസനിൽ കൂടുതൽ, ഏറ്റവും കുറഞ്ഞത് അതിൽ കൂടുതൽ പുസ്തകങ്ങൾ സ്റ്റാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്റ്റാലിൻ കാലയളവിനെ വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. ഏറ്റവും ആദ്യം സ്റ്റാലിനെ പഠിക്കുന്നതിന് വേണ്ടി, സ്റ്റാലിൻ കാലഘട്ടത്തിനെ പഠിക്കുന്നതിന് വേണ്ടി മെനക്കെട്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ല. ആ അർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ചുരുങ്ങിയ കാലത്തേക്ക് സോവിയറ്റ് ആർക്കൈവുകൾ തുറന്നുകൊടുത്തു പഴയ എന്ന കാരണത്താൽ ആ ആർക്കൈവുകളെ പരിശോധിക്കുകയും അതിനകത്തുള്ള വസ്തുതാപരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ
സ്റ്റാലിനെ പറ്റിയും സ്റ്റാലിൻ കാലഘട്ടത്തിനെ പറ്റിയും പഠിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയത് റഷ്യൻ ചരിത്രകാരനായ സുക്കോവാണ്. സുക്കോവ് ഒരു സ്റ്റാലിനിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല. സുക്കോവ് സ്റ്റാലിനെ ആ കാലഘട്ടത്തിനെ പഠിച്ചുകൊണ്ട് അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ സുക്കോവ് ഇങ്ങനെയാണ് എഴുതുന്നത്, അതെൻ്റെ ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ, സ്റ്റാലിൻ ചരിത്രത്തിൽ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, അത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റായി എന്നുള്ളതാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിനെ പറ്റി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കഥകളും, പ്രത്യേകിച്ചും അദ്ദേഹം നടത്തിയ പറയപ്പെടുന്ന കൊലപാതകങ്ങൾ, അടിച്ചമർത്തലുകൾ, ഈ പറയുന്ന കഥകളൊക്കെ തന്നെ കള്ളക്കഥകളാണ്. ഷുക്കോവ് കൺക്ലൂഡ് ചെയ്യുന്നു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ആളാണ്. ഷുക്കോവിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അതൊന്ന് പഠിക്കണമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്കൻ ചരിത്രകാരനായ ആർച്ച് ഗറ്റി വീണ്ടും സ്റ്റാലിൻ കാലഘട്ടത്തിനെ പറ്റി പഠിക്കുന്നു. ഏതാണ്ട് സമാനമായ നിഗമനങ്ങളിൽ ആർച്ച് ഗറ്റിയും എത്തുന്നു. ആർച്ച് ഗറ്റിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് ഏതാണ്ട് ജീവിതത്തിൻ്റെ 15-20 വർഷം ചെലവാക്കിക്കൊണ്ട് ഗ്രോവർ ഫർ സ്റ്റാലിനെതിരെയുള്ള ഓരോ ആരോപണങ്ങളെയും പറ്റി പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 20ാം കോൺഗ്രസ്സിൽ, സോവിയറ്റ് യൂണിയൻ്റെ 20ാം കോൺഗ്രസ്സിൽ, CPSUവിൻ്റെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസ്സിൽ ക്രൂഷ്ചേവ് അവതരിപ്പിച്ച രഹസ്യ റിപ്പോർട്ടിൽ സ്റ്റാലിനെതിരെ പറഞ്ഞിരുന്ന 64 ആരോപണങ്ങളെപ്പറ്റി അദ്ദേഹം പഠനം നടത്തുകയും ആ 64 ആരോപണങ്ങളിൽ ഏതെങ്കിലും ശരിയുണ്ടോ എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗ്രോവർ ഫർ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം എത്തുന്ന നിഗമനം ഇതാണ്: ഈ 64 ആരോപണങ്ങളിൽ 64ഉം കെട്ടിച്ചമച്ചതാണ്, ഒരാരോപണം പോലും ശരിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ക്രൂഷ്ചേവ് ലൈഡ് ഇംഗ്ലീഷിലിറങ്ങി, ലോകത്ത് ഒട്ടനവധി ഭാഷകളിൽ അത് പരിഭാഷ ചെയ്യപ്പെട്ടു. മലയാളത്തിലും ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അത് പരിഭാഷപ്പെടുത്തുകയും ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂഷ്ചേവ് നുണ പറഞ്ഞു എന്ന പേരിൽ, അതായത് ഒരാളെപ്പറ്റി, ചരിത്രത്തിൽ ഒരാളെപ്പറ്റി അതേ പാർട്ടിയുടെ തന്നെ തൊട്ടടുത്ത നേതൃത്വം തങ്ങളുടെ ഒരു രഹസ്യ റിപ്പോർട്ടിൽ 64 ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പിൽക്കാല ഗവേഷണങ്ങൾ ഈ 64 എണ്ണവും തെറ്റാണെന്ന് തെളിയിക്കുന്നു. ഈ പ്രക്രിയയിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ടത്. അതവിടെ നിൽക്കട്ടെ. അത് നിൽക്കുമ്പോൾ പോലും ഇന്ന് നമ്മൾ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഒരു സെമിനാർ അല്ലെങ്കിൽ ചർച്ചയോ സംവാദമോ എന്തെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അതിന് തന്നെയും പല മാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1917 ഒക്ടോബറിലെ വിപ്ലവത്തിന് മുമ്പും അതിനുശേഷവും എന്ത് സംഭവിച്ചു? 1986 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നയരേഖകൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആൾ യൂണിയൻ കോൺഗ്രസ് ഓഫ് ദി സോവിയറ്റുകളുടെ അഖില യൂണിയൻ സമ്മേളനവും സ്വീകരിച്ചു, അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം 91 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. ഈ കാലയളവിന് ശേഷം ലോകത്ത് എന്തും മാറ്റങ്ങളുണ്ടായി എന്നും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കാലിക പ്രസക്തിയെ പറ്റിയുള്ള ഒരു വശം, അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ എന്തു കാണുന്നു, സാമ്പത്തികമായി, സാമൂഹ്യമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി എന്തു കാണുന്നു, അതതിൻ്റെ കാലിക പ്രസക്തിയെപ്പറ്റി എന്താണ് അതിൽ നിന്നും സിദ്ധിക്കുന്നത്, ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പമാക്കും. അതേസമയം തന്നെ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം സമൂഹത്തിൽ ഒരു വിപ്ലവ പരിവർത്തനം നടത്തിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ നിശ്ചയിച്ചു, അതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിലല്ല. മറിച്ച് ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് റഷ്യയിലെ ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകൾ, അത് പ്ലഖനോവിൽ തുടങ്ങി ലെനിൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകൾ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പ്രത്യയശാസ്ത്ര സമരത്തിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ദാർശനികമായ
പ്രത്യയശാസ്ത്രപരമായ നേതൃത്വം അവർ ഏറ്റെടുത്തു എന്നതിൽ നിന്നുമാണ്. ആ ഏറ്റെടുക്കലിലൂടെയാണ്, ആ പ്രത്യയശാസ്ത്രപരമായ നേതൃത്വം ഏറ്റെടുക്കുന്ന പ്രക്രിയയിലൂടെയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എംഗൽസിൻ്റെ മരണശേഷം ഉണ്ടായ, ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും ഉണ്ടായ പതനത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ തിരിച്ചുകൊണ്ട് അതിൻ്റെ വിപ്ലവപരമായ പാതയിൽ പുനഃസ്ഥാപിക്കുന്നതിന് സാധിച്ചത്. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രത്യയശാസ്ത്ര സമരത്തിൻ്റെ ആനുകാലിക പ്രസക്തി എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ വായിക്കുന്നതിനപ്പുറമുള്ള, പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറമുള്ള ഒരു കാലിക പ്രസക്തി കാണാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതേ രൂപത്തിലും അതിൻ്റെ അന്തസത്തയിലും നിലനിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പരിവർത്തനം, സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനം സാധ്യമാണ് എന്ന് ശുദ്ധാത്മാക്കളായ ഇടതുപക്ഷക്കാർ പോലും വിചാരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ അത്തരമൊരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഇതിൽ ആദ്യത്തെ വിഷയം, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണുന്ന കാലിക പ്രസക്തി എന്താണ് എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത്, ഒക്ടോബർ വിപ്ലവം അത് സംഘടിപ്പിക്കുകയും അതിനെ തുടർന്ന് റഷ്യ സോഷ്യലിസ്റ്റ് ആവുകയും 1922 അന്നത്തെ റഷ്യയുടെ ഭരണപ്രദേശങ്ങളായിരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ സംജാതമാവുകയും ചെയ്തു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സംജാതമാകലിനെ തുടർന്ന് ലോകത്ത് അതിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, മനുഷ്യരുടെ ചിന്തയിൽ, മനുഷ്യരുടെ സാംസ്കാരിക ദൈക്ഷണിക തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1920 ശേഷം രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഇന്ത്യ സ്വതന്ത്രമാകണം എന്നൊരു മുദ്രാവാക്യം ഉണ്ടായി എന്നതാണ്. 1917 മുമ്പ് ഇന്ത്യ സ്വതന്ത്രമാകണം എന്നൊരു മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനില്ലായിരുന്നു. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ മിക്കവാറും കോളനികൾ, അർദ്ധ കോളനികൾ, അവികസിത രാജ്യങ്ങൾ ഇവയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം ഒരു പുതിയ ജീവിത ദർശനം, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ പറ്റിയുള്ള ഒരു ജീവിത വീക്ഷണം പുറത്തേക്ക് വിടുകയും അത് എല്ലാത്തരം അടിച്ചമർത്തലുകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങളുടെ വ്യാപകമായ ഒരു ഇച്ഛാശക്തിയെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിച്ച ആ നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്ര സമരത്തിൻ്റെ ഒരു തുടർച്ചയായി അതിനെ നമുക്ക് കാണാവുന്നതാണ്. ഒരുപക്ഷെ ജനങ്ങളുടെ ഇനിഷ്യേറ്റീവിൻ്റെ, ജനങ്ങളുടെ മുൻകൈയുടെ അതിനകത്തുള്ള പങ്ക് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1917 ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം അന്ന് കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ബൂർഷ്വാ പാർട്ടികൾ ചേർന്ന് അവിടെ അധികാരം പിടിച്ചെടുക്കുകയും യൂറോപ്പിലെ തന്നെ ഏറ്റവും ലിബറലായ ഒരു ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. തീർച്ചയായും ആ ഗവൺമെൻറ് ബൂർഷ്വാ ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനോ യുദ്ധത്തിനെതിരെയുള്ള സുസ്ഥിരമായ ഒരു നിലപാടെടുക്കുന്നതിനോ സാധിച്ചില്ല. അതൊരു ലിബറൽ ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫെബ്രുവരി വിപ്ലവത്തിനെ യൂറോപ്യൻ ശക്തികൾ, ജർമ്മനിയാകട്ടെ മറ്റ് യൂറോപ്യൻ ശക്തികളാകട്ടെ പലതും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം യുദ്ധത്തിനകത്ത് റഷ്യ കൂടുതൽ സജീവമായ ഒരു പങ്ക് വഹിക്കും എന്നാണ് അന്ന് റഷ്യയുടെ പക്ഷത്ത് നിന്ന യൂറോപ്യൻ ശക്തികൾ കണക്കാക്കിയത്. എന്നാൽ ഒക്ടോബർ വിപ്ലവം അതിനെ തുടർന്ന് നമ്മൾ ജൂലൈയിൽ കാണുന്നത് അവിടുത്തെ ജനങ്ങൾ, റഷ്യയിൽ പ്രത്യേകിച്ച് മോസ്കോയിലെയും പെട്രോഗ്രാഡിലെയും തൊഴിലാളികൾ തങ്ങളുടെ സ്വന്തം ഇനിഷ്യേറ്റീവോടുകൂടി ഭരണകൂടം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം, സോവിയറ്റുകൾ അധികാരത്തിലേക്ക് വരണം എന്നൊരു മുദ്രാവാക്യം ഉയർത്തുന്നതാണ്. ലെനിൻ അന്ന് എടുക്കുന്ന പൊസിഷൻ അതിന് സമയമായിട്ടില്ല, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ലെനിൻ ആ പൊസിഷനിലേക്ക് വരുമ്പോൾ ലെനിൻ്റെ കറക്റ്റ് വിലയിരുത്തലാണ് അധികാരം പിടിച്ചെടുത്താൽ അതിനെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആ വിപ്ലവത്തിനെ വിജയിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കുന്ന സമയം എന്ന നിലയിൽ ഒക്ടോബറിലാണ്. പക്ഷേ ജൂലൈയിൽ തന്നെ ജനങ്ങൾ ആ മുദ്രാവാക്യം ഉയർത്തിയെന്ന് മാത്രമല്ല
ആ ജൂലൈ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ സോഷ്യലിസത്തിനെ പറ്റി, പുതിയൊരു ലോകവ്യവസ്ഥയെപ്പറ്റി, ജനങ്ങളുടെ പങ്കിനെപ്പറ്റി, തൊഴിലാളികൾക്കും കർഷകർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ മുൻകൈയിൽ അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന വിഷയത്തിനെപ്പറ്റി ഒക്കെ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുന്നതും അതിനകത്ത് പുതിയ നിഗമനങ്ങളിലെത്തുകയും വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇതൊക്കെയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ കാണുന്നത്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയത്തിനെ തുടർന്ന് നമ്മൾ ആ വിജയത്തിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിക്കുമ്പോൾ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച സാമ്രാജ്യത്വമാണ് എന്നിവിടെ ഇരിക്കുന്ന ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ലെനിൻ അതിനു മുമ്പ് ഒക്ടോബർ വിപ്ലവത്തിന് മുമ്പ് തൻ്റെ മഹത്തായ സൈദ്ധാന്തികവൽക്കരണത്തിലൂടെ ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഒന്നാം ലോകയുദ്ധം ഒരു സാമ്രാജ്യത്വ യുദ്ധമാണ് എന്ന് വിലയിരുത്തുകയുണ്ടായി. പിൽക്കാലത്ത് ആ വിലയിരുത്തലിനെ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ലെനിനിസത്തിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാലിൻ ഇങ്ങനെ അവതരിപ്പിക്കുകയുണ്ടായി: ലെനിനിസം ഈസ് ദി മാർക്സിസം ഇൻ ദി ഈറ ഓഫ് ഇമ്പീരിയലിസം, വാർ ആൻഡ് പ്രോലറ്റേറിയൻ റെവല്യൂഷൻ. ലെനിനിസം എന്നത് സാമ്രാജ്യത്വം, യുദ്ധം, തൊഴിലാളി വർഗ വിപ്ലവം, അതിൻ്റെ കാലഘട്ടത്തിലെ മാർക്സിസമാണ്. അതായത് ലെനിൻ ആ യുഗത്തിനെ നിശ്ചയിക്കുന്നത്, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് സാമ്രാജ്യത്വത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും തദ്വാര തൊഴിലാളി വർഗ വിപ്ലവത്തിലേക്കും നയിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയിലാണ്. ലെനിൻ സ്വാഭാവികമായും ഒന്നാം ലോകയുദ്ധത്തിനെ ഒരു ഇമ്പീരിയലിസ്റ്റ് യുദ്ധം അല്ലെങ്കിൽ ഇരപിടിയൻ യുദ്ധം എന്ന നിലയിൽ വിലയിരുത്തുകയുണ്ടായി. മുതലാളിമാർ തങ്ങളുടെ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന മെട്രോപൊളിറ്റൻ രാജ്യങ്ങൾ, വികസിത മുതലാളിത്ത രാജ്യങ്ങൾ തങ്ങൾക്ക് പുതുതായി കോളനികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കോളനികൾ ഇല്ലാത്ത രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കോളനികൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ മൊത്തത്തിൽ സാമ്രാജ്യത്വ രൂപം പ്രാപിച്ച മുതലാളിത്തം അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ് ഒന്നാം ലോകയുദ്ധം. ഇതാണ് ലെനിൻ എത്തുന്ന നിഗമനമെന്ന് പറയുന്നത്. സ്വാഭാവികമായി ഈ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും അങ്ങേ അറ്റത്തെ ദേശീയ ഭ്രാന്ത് ഇളക്കി വിടുന്നതാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ സമാനമായ ഒരു അന്തരീക്ഷം കാണാൻ പറ്റും. യൂറോപ്പിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ ദേശീയ ഭ്രാന്ത് ഇളക്കി വിടുന്നതാണ്. ആ ദേശീയ ഭ്രാന്ത് യൂറോപ്പിൽ മുഴുവൻ നിലനിൽക്കുമ്പോൾ ലോകത്തിൽ അതാ ആദ്യമായി ഒരു രാജ്യം സംജാതമായിരിക്കുന്നു. തങ്ങളുടെ പേരിൽ തന്നെ ആ ദേശീയതയുടെ ഒരു വാക്കുപോലുമില്ല. USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. അതിനകത്ത് റഷ്യയില്ല, ഉക്രൈനിയയില്ല, ഒരു ദേശീയതയുടെയും പേരുകളില്ല. ലോകത്ത് ആദ്യമായിട്ടാണ് അത്തരം ഒരു സങ്കല്പം. അതായത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ദേശീയതയെ സംബന്ധിക്കുന്ന വാക്ക് ഒഴിവാക്കുക. അതായത് ദേശീയതയെ സംബന്ധിച്ചിടത്തോളം ആ പേരിലൂടെ തന്നെ അവർ സോവിയറ്റ് യൂണിയൻ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയതയല്ല ഉള്ളത്, അവർക്കുള്ളത് സാർവദേശീയതയാണ്. തൊഴിലാളി വർഗ സാർവദേശീയതയാണുള്ളത്. ലോകമെമ്പാടുമുള്ള അധ്വാനിക്കുന്ന ജനങ്ങൾ നമ്മുടെ സഖാക്കളാണ്. ആ ധാരണയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്ന് ചില ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് പോയ പട്ടാളക്കാർ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് പിൽക്കാലത്ത്, ചിലരെങ്കിലും. ആ ആത്മകഥകളിൽ യുദ്ധത്തിലേക്ക് പോയപ്പോൾ അവരെങ്ങനെ ദേശീയവാദികളായി പോയെന്നും യുദ്ധത്തിൻ്റെ മധ്യത്തിൽ വച്ച് സോവിയറ്റ് വിപ്ലവം നടന്നതിനാൽ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ വച്ച് പട്ടാളക്കാരുടെ ഇടയിൽ തന്നെ ഈ വിപ്ലവത്തിനെ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ കിട്ടിയെന്നതിനാൽ ഇത് ചർച്ചാ വിഷയമാക്കിയെന്നും അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭടന്മാർ മറ്റ് ബ്രിട്ടീഷ് ഭടന്മാരും മറ്റുമൊക്കെ ആയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് പ്രാദേശിക തലത്തിൽ നിർത്തിവെക്കുകയും തിരിച്ചു വരുമ്പോൾ ചില ആൾക്കാർ അവരുടെ മെഡലുകളോടി തങ്ങളുടെ രാജ്യത്തെ മുതലാളിത്ത യജമാനന്മാർ കൊടുത്ത മെഡലുകളോടുകൂടി തിരിച്ചു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ, തദ്ദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അംഗങ്ങളാവുകയോ അല്ലെങ്കിൽ പുതിയ പാർട്ടികൾക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അതായത് ദേശീയതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ലോകത്ത് ഒട്ടനവധി രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്രമണോത്സുകമായ ദേശീയത, അത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്രമണോത്സുകമായ ഇന്ത്യൻ ദേശീയത, ഇന്ത്യക്കാർ മാത്രമാണ് മഹാന്മാർ. അത് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നോക്കിയാൽ ആക്രമണോത്സുകമായ
പാകിസ്ഥാനി ദേശീയത, അത് അതിൻ്റെ അപ്പുറത്ത് അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആക്രമണോത്സുകതമായ അമേരിക്കൻ ദേശീയത, ഇടയ്ക്ക് വെച്ച് ബ്രസീലിലും അങ്ങനെ തന്നെ ആയിരുന്നു. വലതുപക്ഷ ശക്തികൾ അധികാരത്തിൽ വന്ന ഓരോ സ്ഥലത്തും സമാനമായ രീതി കാണാവുന്നതാണ്. പക്ഷെ ഒക്ടോബർ വിപ്ലവം ദേശീയതയെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടായ ഒരു പൊസിഷൻ മുന്നോട്ട് വച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾ, ഞാൻ ഇതിനകം പറഞ്ഞു, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ, സ്വതന്ത്രമാകണം അതിനുവേണ്ടിയുള്ള സമരങ്ങൾ മുന്നോട്ട് വന്നു, വളർന്നു വന്നു. മിക്കവാറും ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും കോളനികൾക്ക്, തങ്ങൾക്ക് സ്വതന്ത്രമാകാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ വരുന്നതും പൂർണ്ണ സ്വരാജാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന മുദ്രാവാക്യം വരുന്നതും ഒക്ടോബർ വിപ്ലവത്തിന് ശേഷമാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു മുദ്രാവാക്യമില്ലായിരുന്നു. കാരണം അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വലിയ പ്രതീക്ഷയാണ് കൊടുത്തത്. നമ്മൾ കുറേ കാലം നെഹ്റൂവിയൻ സോഷ്യലിസം അല്ലെങ്കിൽ ഭരണകൂടം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും ഗതാഗതത്തിൻ്റെയും ഒക്കെ ചുമതലകൾ ഏറ്റെടുക്കുന്ന നെഹ്റൂവിയൻ സോഷ്യലിസത്തിനെ പറ്റി ചർച്ച ചെയ്തു. ഇത് ലോകത്ത് എവിടെ മുതൽ വന്നു തുടങ്ങി? ഭരണകൂടം ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യകതയെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രലാകാൻ പറ്റില്ല, അതിലിടപെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ വിപ്ലവത്തിൻ്റെ പക്ഷത്തേക്ക് പോകും എന്ന ഒരു ഭയപ്പാടിൽ വന്നു. അത് ഏറ്റവും വളരെ ഒരു പ്രബല ശക്തിയായി വരുന്നത് തീർച്ചയായും രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ്. പക്ഷെ കൃത്യമായി ലോക രാഷ്ട്രീയത്തിൽ അത് വരുന്നത് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷമാണ്. 1930കളുടെ തുടക്കത്തിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ലേബർ പാർട്ടിയുടെ നേതൃത്വം, അന്നത്തെ ട്രേഡ് യൂണിയൻ നേതൃത്വം പിടിച്ചെടുക്കുകയും ന്യൂ ഡീൽ എന്ന പേരിൽ തൊഴിലാളി വർഗത്തിന് കുറേ അധികം ശമ്പള വർധനവും മറ്റാനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാഗ്നർ ആക്ട് നിലവിൽ വരുന്നത് 30കളിലാണ്. 1930കളിൽ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ 1950കളുടെ തുടക്കത്തിലാണ് അമേരിക്കയിൽ ഇത് തിരിച്ചിടുകയും ലേബർ പാർട്ടിയെ പിടിച്ചെടുത്ത ട്രേഡ് യൂണിയനുകളിൽ നിന്ന് ലേബർ പാർട്ടിയെ വിമോചിപ്പിക്കുകയും അത് വീണ്ടും പൂർണ്ണമായും മുതലാളിമാരുടെ പക്ഷത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം മുദ്രാവാക്യമുണ്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുണ്ട്. ഭരണകൂടം ജനങ്ങളുടെ കാര്യത്തിൽ ന്യൂട്രൽ അല്ല. ഭരണകൂടം ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെങ്കിലും മിനിമം ചെലവഴിക്കേണ്ടതുണ്ട്. ഈ സങ്കല്പങ്ങൾ വരുന്നത് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനെ തുടർന്നാണ്. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ഭരണകൂടം എങ്ങനെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു, എങ്ങനെ അന്നത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവർ അതേ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് വന്നിരുന്നു. ഇനി നമുക്ക് ഓരോ അടിച്ചമർത്തലിൻ്റെ പ്രശ്നം എടുത്തു നോക്കാം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സ്ത്രീ പ്രശ്നം. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമാണ്. ലോകത്തെ ഏറ്റവും ആദ്യം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് ഏത് രാജ്യമാണ്? യൂറോപ്യൻ ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് 1917 മുമ്പ് വോട്ടവകാശമില്ലായിരുന്നു സ്ത്രീകൾക്ക്. ഫിൻലൻഡിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു, അതിന് തൊട്ടു മുമ്പ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിത നിലനിന്നെടുത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം വരുന്നത് സോവിയറ്റ് യൂണിയനിലാണ്. അതിനെ തുടർന്നാണ് ജനാധിപത്യ രാജ്യങ്ങൾക്ക് അത് നടപ്പിലാക്കേണ്ടി വരുന്നത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നമായി പലരും പറയുന്ന, ഏറ്റവും അധികം ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നമാണ് ജാതി പ്രശ്നം. ശരിയാണ്, ജാതി നമ്മുടെ നാട്ടിൽ ഒരു സുപ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. തീർച്ചയായും അത് പരിഹരിച്ചു എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ജാതി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്, തർക്കമറ്റ സംഗതിയാണ്. പക്ഷെ ജാതി പ്രശ്നം നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ, കാരണം ജാതി വേറെ ലോകത്തെങ്ങും പോയി പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇന്ത്യയിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. സാമൂഹ്യശാസ്ത്രപരമായി ജാതി പ്രശ്നം ഇന്ന് ജാതിയെ സംബന്ധിച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഇക്വേഷൻസ് നിലനിൽക്കുന്നത് എവിടെയാണ്? ഏത് സോഷ്യോളജിക്കൽ സ്റ്റഡിയും പറയും, സോഷ്യോളജിക്കലായ ഏത് പഠനവും പറയും അത് കേരളത്തിലാണ് മെച്ചപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ ജാതിയുടെ പേരിലുള്ള പ്രക്ഷോഭങ്ങളല്ലല്ലോ ഉണ്ടായത്, പകരം ഇടതുപക്ഷ സമരങ്ങളാണ് ഉണ്ടായത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ജാതി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജാതി പരിഹരിക്കുന്നതിന് വേണ്ടി
തങ്ങളുടേതായ രീതിയിലുള്ള നടപടികൾ എടുക്കുകയും കേരളത്തിൽ 10,000-കണക്കിന് ഇൻ്റർകാസ്റ്റ് മാരേജുകൾ, ജാതിക്ക് അതീതമായുള്ള വിവാഹങ്ങൾ നടത്തുകയും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു. 50കൾക്ക് ശേഷം അവിഭക്ത CPIയും CPMഉം ഒക്കെ അതിനകത്ത് കോംപ്രമൈസ് ചെയ്തു. ഇതൊക്കെ വ്യത്യസ്തമായ കാര്യം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം 1950കൾക്ക് ശേഷം അല്ലെങ്കിൽ 1960കൾക്ക് ശേഷം കൂടുതൽ, വീണ്ടും 1990കൾക്ക് ശേഷം അതിൻ്റെ കൂടുതൽ ശക്തിയോടുകൂടി എങ്ങനെ അവിഭക്ത CPIക്കും അതിൻ്റെ ഘടക ഭിന്നിച്ചു പോയ വിഭാഗങ്ങൾക്കും മാറ്റമുണ്ടായി എന്നൊക്കെ നമുക്ക് മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഒരു കാലത്ത് അവിഭക്ത CPI കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനാൽ ആവേശം ഉൾക്കൊണ്ട ആളുകളാണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള എല്ലാത്തരം അടിച്ചമർത്തലിനും നേരെ, അല്ലെങ്കിൽ ആ അടിച്ചമർത്തലുകൾക്കെതിരെ തങ്ങളുടേതായ മുൻകൈയെടുക്കുകയും തങ്ങളുടേതായ പ്രസ്ഥാനവുമായി മുന്നോട്ട് വരുന്നതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്തത്. അതിൻ്റെ തെളിവുകൾ നമുക്ക് ഇന്നും സമൂഹത്തിൽ കാണാവുന്നതാണ്. 1990 ശേഷം നമ്മൾ എന്താണ് കാണുന്നത്? 1986 സോവിയറ്റ് പ്രതിവിപ്ലവത്തിൻ്റെ രൂപരേഖ അംഗീകരിക്കുകയുണ്ടായി. 86 CPSUവിൽ വരുന്നത്, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. 90 അത് ആൾ യൂണിയൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്സ് അംഗീകരിച്ചു. 91 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. അതിന് തൊട്ടു മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഘാട്ട് കരാർ വരുന്നു. അതിനു മുമ്പ് WTO ഒക്കെ ഉണ്ട്. പക്ഷേ ഘാട്ട് കരാർ ഇന്നത്തെ ശക്തിയോടുകൂടി ആഗോളവൽക്കരണത്തിൻ്റെ കരാറുകൾ, ആഗോളവൽക്കരണം ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നിലവിൽ വരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടു കൂടിയാണ്. ലെനിൻ ഈ യുഗത്തിനെ വിലയിരുത്തിക്കൊണ്ട് ഇത് സാമ്രാജ്യത്വത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും യുഗമാണ് എന്ന് വിലയിരുത്തി. നമ്മുടെ നാട്ടിൽ 2 ലോകവ്യവസ്ഥകൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉപരിപ്ലവ ബുദ്ധിജീവികൾ എന്ന് പറയാവുന്ന പല ആൾക്കാരും സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ യുദ്ധമുണ്ടാകില്ല, കാരണം യുദ്ധത്തിൻ്റെ കാരണം 2 ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നതാണ് എന്ന് വിലയിരുത്തുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ഗോർബച്ചേവ് അടുത്ത കാലത്ത് മരിച്ചപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ ചില ചാനലുകൾ ഗോർബച്ചേവിന് നന്ദി പ്രകടിപ്പിച്ചു. ഇത് പറഞ്ഞുകൊണ്ട്, അതായത് സമാധാനകാംക്ഷിയായ, സമാധാനം സ്ഥാപിച്ച ആൾ എന്നുള്ള നിലയിൽ. വസ്തുത എന്താണ്? ഏതാനും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ലോകം വീണ്ടും വലിയ എങ്ങും യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. തീരാത്ത യുദ്ധങ്ങൾ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. ഇതെന്താണ് തെളിയിക്കുന്നത്? സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായി എത്ര സമയത്താണ് യുദ്ധമുണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും മറ്റ് മുതലാളിത്ത ശക്തികളുമായി എത്ര പ്രാവശ്യമാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്? എങ്ങും യുദ്ധം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. കാരണം യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം 2 ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് മുതലാളിത്ത രാജ്യങ്ങൾക്കുള്ളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ യുദ്ധം ആവശ്യകതയാണ്. കാരണം മുതലാളിത്തം അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ സാമ്രാജ്യത്വ രൂപം പൂളുന്നു. സാമ്രാജ്യത്വ രൂപം പ്രാപിക്കുന്നതോടുകൂടി അതിനെ സംബന്ധിച്ചിടത്തോളം കോളനികൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. കോളനികളില്ലാതെ സാമ്രാജ്യത്തിന് നിലനിൽക്കുക സാധിക്കില്ല എന്നുള്ളതല്ല, അത് തെറ്റായ ഒരു സിദ്ധാന്തമാണ്. കോളനികളില്ലാതെയും സാമ്രാജ്യത്വത്തിന് നിലനിൽക്കാം. ഇന്ന് സാമ്രാജ്യത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോളനികൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ്റെ ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ആ പുസ്തകത്തിനകത്ത് അച്ചടിച്ച് വച്ചിട്ടുണ്ട്, ഡൊമിനിക് ലാപ്പിയർ എഴുതിയ. അതിനകത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി ബ്രിട്ടനെ ഒരു ചെറിയ 3-4 ലോക രാജ്യമാക്കി മാറ്റും. വിൻസ്റ്റൺ ചർച്ചിൽ അതിനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. സാമ്രാജ്യത്വം കോളനികളോടുകൂടി നിലനിൽക്കുന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമാണ്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന് അന്ന് ലോകം മുഴുവൻ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ബ്രിട്ടീഷ് നേവി ആയിരുന്നു, ബ്രിട്ടൻ്റെ കപ്പൽപ്പട. ഈ കപ്പൽപ്പട നിലനിന്നതിൻ്റെ കാരണം ഇന്ത്യയിൽ നിന്നുള്ള വരുമാനവും ഇന്ത്യൻ പടയാളികളും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ ഇത്തരത്തിൽ ലോകത്തിന് ഡോമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിനു മേലൊരു അധീശത്വം സ്ഥാപിക്കുന്നതിന് സാധിക്കുമായിരുന്നില്ല എന്നതാണ് ശരി. അപ്പോൾ സാമ്രാജ്യത്വ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് മറ്റ് സാമ്രാജ്യത്വ രാജ്യങ്ങളുമായി കോൺട്രഡിക്ഷനുണ്ട്, വൈരുദ്ധ്യമുണ്ട്. കാരണം ഓരോ സാമ്രാജ്യത്വ രാജ്യവും ആഗ്രഹിക്കുന്നത് കോളനികൾ മുഴുവൻ എൻ്റെ കയ്യിൽ വന്നു ചേരണമെന്നുള്ളതാണ്. മറ്റു സാമ്രാജ്യത്വ രാജ്യങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അത് യുദ്ധത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഒന്നാം ലോകയുദ്ധവും രണ്ടാം ലോകയുദ്ധവും ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ്. ഒന്നാം ലോകയുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉടനടിയുള്ള കാരണങ്ങളല്ല, മറിച്ച് സാമൂഹ്യശാസ്ത്രപരമായ എല്ലാ പഠനങ്ങളും പിൽക്കാലത്ത് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിക്ക് കോളനികളില്ല, മറിച്ച് ബ്രിട്ടനും ഫ്രാൻസിനും പോർച്ചുഗലിനുമൊക്കെ കോളനികളുണ്ട്. അപ്പോൾ കോളനികളുള്ള ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ തങ്ങളുടെ കോളനികൾ കുറേ ജർമ്മനിക്ക് വിട്ടുകൊടുക്കണം. കാരണം ജർമ്മനിക്കാണ് ലോകത്തെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ബേസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ജർമ്മനി യുദ്ധത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ കോളനികൾ പിടിച്ചെടുക്കുക, കോളനികളെ റീഡിവൈഡ് ചെയ്യുക, പുനർവിഭജനം നടത്തുക, ഇത് സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമാണ്. അതുമാത്രമല്ല സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കാരണം. സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം, മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് തൻ്റെ പഠനത്തിലൂടെ വിലയിരുത്തിയിട്ടുണ്ട്. മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒഴിവാക്കാനാകാത്ത കാര്യങ്ങളിലൊന്നാണ് ചാക്രികമായി ഏതാണ്ട് കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ, പക്ഷെ പലപ്പോഴും ഇൻ്റർവെല്ലുകൾ തെറ്റിച്ചുകൊണ്ട്, ആ സമയം തെറ്റിച്ചുകൊണ്ട് വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ. 2008 ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1970കളുടെ തുടക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. 1929 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നു. അതാണ് ആത്യന്തികമായി രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ചത്. ഇവിടെ എല്ലാം തന്നെ മുതലാളിത്തം ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആദ്യ പരിശ്രമങ്ങളിലൊന്ന് മുതലാളിത്തം സ്വയം ഒരു ഇൻവെസ്റ്റർ ആവുക എന്നുള്ളതാണ്. ഭരണകൂടം സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് 1927 സംഭവിച്ചിട്ടുണ്ട്. കാരണം അന്ന് അമേരിക്കയിലും മറ്റുമൊക്കെ ക്ഷേമരാഷ്ട്ര സങ്കല്പവും ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആരംഭിക്കുന്നത് ഈ ഗ്രേറ്റ് ഡിപ്രഷനെ തുടർന്നാണ്. 1950കൾക്ക് ശേഷം ഇത്തരത്തിലുള്ള സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും വർദ്ധിച്ച തോതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം 2008 പ്രതിസന്ധി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്? നിങ്ങൾ പോയി ഇന്ന് തന്നെ പത്രത്തിൽ നോക്കുക. 2007 ബജറ്റും 2008 ബജറ്റുമായി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റുമായി ഏതാണ്ട് 2007 നിന്നും 2008 ബജറ്റ് ഏതാണ്ട് 80% വർധനമാണ് കാണിച്ചത്. സാധാരണഗതിയിൽ GDP ഗ്രോത്ത് റേറ്റ് 5-6% നിൽക്കുന്നത്. അത് ഇൻഫ്ലേഷൻ കൂടെ കൂട്ടിയാൽ 10-11% പക്ഷേ 2007 2008 തമ്മിൽ ബജറ്റിലുണ്ടാകുന്ന വ്യത്യാസം ഏതാണ്ട് 80-85%. എവിടെ നിന്ന് പണം വന്നു? പണം ഉണ്ടായിട്ടല്ല. അന്ന് പ്രണബ് മുഖർജിയാണ് ധനകാര്യമന്ത്രി. പണം ഉണ്ടായിട്ടല്ല, പണം കടമെടുത്തു. കടമെടുത്തിട്ട് എന്ത് പ്രഖ്യാപിച്ചു? കുറേ അധികം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചു. അന്നാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ തുടങ്ങിയുള്ള റോഡ് പദ്ധതികളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളും വരുന്നത്. എന്തിനാണ് 2008 ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നത്? ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് ഒരു രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം ആ രാജ്യത്തിലെ മുൻനിര മുതലാളിത്ത കമ്പനികൾ, മുൻനിര ഫാമുകൾ വീഴും. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കടപുഴകി വീഴും. അങ്ങനെ കടപുഴകി വീഴാതിരിക്കണമെങ്കിൽ അവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടിയുള്ള ബിസിനസ് ഉണ്ടാകണം. ബിസിനസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് വളരെ ശുഷ്കാന്തിയോടുകൂടി ഇടപെടുകയും ബിസിനസ് സൃഷ്ടിക്കുകയും ബിസിനസ് ഈ കമ്പനികൾക്ക് കൊടുക്കുകയും ചെയ്യുക. ഇത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഉപാധിയാണ് ഗവൺമെൻറ്റുകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. നമ്മൾ അമേരിക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2007 ക്രൈസിസിനെ തുടർന്ന് ഫ്രെഡിയുമായും ഇതുപോലുള്ള ബാങ്കുകളുടെയും ഷെയറുകൾ ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കുകയും ഇവയെല്ലാം അവയുടെ നഷ്ടത്തിൽ നിന്ന് നികത്തി കൊടുക്കുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിരവധി ബാങ്കുകൾ അമേരിക്കൻ ഗവൺമെൻറ് അതിൻ്റെ ഷെയറുകൾ പല രീതിയിൽ ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ വഴി ഏറ്റെടുത്തു. അവയുടെ നഷ്ടം നികത്തി കൊടുത്തു, അവയെല്ലാം ലാഭത്തിലാക്കി കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടുന്നത് ഇങ്ങനെയാണ്.
ഗവൺമെൻറ്റുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മാർക്കറ്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഒന്നാമതായി, കാരണം തങ്ങളുടെ മുതലാളിത്ത ഫാമുകളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകൾക്കുണ്ട്. രണ്ടാമതായി, ഗവൺമെൻറ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാലങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഏതാണ്ട് സെൻസ് ചെയ്യുന്നു എന്നതിനാൽ മുതലാളിമാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തത്തില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, തൊഴിലില്ലായ്മ വൻതോതിൽ വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതോടുകൂടി അത് മാർക്കറ്റിനെ കൂടുതൽ താഴേക്ക് വലിക്കുന്നു. കാരണം തൊഴിലില്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ വരുമാനമില്ല, വരുമാനമില്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് വേണ്ടി പറ്റത്തില്ല. അപ്പോൾ മുതലാളിത്ത പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടി മുതലാളിത്തം ഈ രണ്ട് കാര്യങ്ങളും പരിശ്രമിക്കാറുണ്ട്. എല്ലാ പ്രതിസന്ധിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുതലാളിത്ത ഗവൺമെൻറ്റുകൾ പയറ്റിയിട്ടുള്ള കോമണായ എല്ലാ പ്രതിസന്ധികളിലും നടപ്പിലാക്കിയിട്ടുള്ള കോമണായ പരിഹാര പരിശ്രമങ്ങൾ ഇതാണ്. പക്ഷേ 1990 ശേഷം ലോകത്തൊരു വ്യത്യാസമുണ്ടായി. ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റുകൾ നേരത്തെയുള്ള സെക്ടറുകൾ ഒരുപാട് വിട്ടുകഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് വിട്ടു. റോഡ് മിക്കവാറും സ്ഥലങ്ങളിൽ കച്ചവടമാക്കി. മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, എയർപോർട്ടുകൾ, പോർട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെൻറ്റുകൾ കൈകഴിയുന്നത്. അപ്പോൾ 1990-കൾക്ക് ശേഷം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഗവൺമെൻറ്റുകൾ ഇത് കൈയൊഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഇത് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. കാരണം മുതലാളിത്ത പ്രതിസന്ധി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഡീഷണലായി ഉണ്ടാക്കണം, മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യണം, അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. മുതലാളിമാരോട് അഭ്യർത്ഥിക്കാനേ പറ്റൂ. അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ മുതലാളിമാർ കേൾക്കണമെന്നില്ല. കാരണം മുതലാളിമാർ അവരുടെ ലാഭത്തിനെയാണ് കണക്കാക്കുന്നത്. ഗവൺമെൻറ്റിന് ചില നടപടികൾ എടുക്കാൻ പറ്റും. ഗവൺമെൻറ്റിന് പലിശ കുറയ്ക്കാൻ പറ്റും. പലിശ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയിലും കുറച്ചിട്ടുണ്ട്. എന്തിനാണ് പലിശ കുറയ്ക്കുന്നത്? എന്തിനാണ്? കാരണം മിക്കവാറും ഫാമുകൾ വർക്ക് ചെയ്യുന്നത് പകുതി കടത്തിൻ്റെ പുറത്താണ്. 40% കടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഫാം 100 രൂപയ്ക്കാണ് ആ ഫാം നടത്തിപ്പോകുന്നതെങ്കിൽ 40 രൂപ കടമാണ് ഇന്ത്യയിൽ. അത് അമേരിക്കയിലെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 രൂപ കടമാണ്. 40% അതിനകത്ത് ഇക്വിറ്റി ക്യാപിറ്റലാണ്, മറ്റേ ഭാഗം കടത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് പലിശയുടെ കമ്പോണൻ്റ്, അതായത് നിങ്ങൾക്ക് 100 രൂപയുടെ വ്യവസായം നടത്തുന്നു, ആ 100 രൂപയിൽ 60% കടമാണ്, 40% ഇക്വിറ്റി ക്യാപിറ്റലാണ്. പലിശ നിരക്ക് കുറച്ചു കഴിഞ്ഞാൽ ഈ 60% കൊടുക്കേണ്ട പലിശ കുറയുന്നു. അതോടുകൂടി ഫാം മിക്കവാറും ഒട്ടനവധി ഫാമുകൾ ലാഭത്തിലോ അല്ലെങ്കിൽ ചെറിയ ലാഭത്തിലോ അല്ലെങ്കിൽ വലിയ നഷ്ടം ഇല്ലാതാവുകയോ ചെയ്യുന്നു. അപ്പോൾ അത് ഒരു സ്റ്റെപ്പാണ്. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണമെന്നില്ല. മുതലാളിമാർ നഷ്ടം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഗവൺമെൻറ്റുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് യുദ്ധം സൃഷ്ടിക്കുക എന്നുള്ളത്. ആ യുദ്ധം സൃഷ്ടിക്കുന്നത് വഴി എന്താണ് ഗുണം എന്നത്? കാരണം യുദ്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായി യുദ്ധവുമായി ബന്ധപ്പെടുത്തി വലിയ ആക്രമണോത്സുകമായ ദേശീയത ഉണ്ടായി വരും. ദേശീയതയ്ക്ക് വേണ്ടിയുള്ള പ്രചരണം നടത്താനാവും. അതോടുകൂടി നിങ്ങൾക്ക് യുദ്ധ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. യുദ്ധത്തിന് വേണ്ടി ഒരുപാട് ആയുധങ്ങൾ മേടിക്കേണ്ടി വരും. അത് സ്വകാര്യ കമ്പനികളിൽ നിന്ന് മേടിക്കാം. ഗവൺമെൻറ്റിന് തന്നെ ഒരുപാട് യുദ്ധ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാം. റിസർച്ചിൻ്റെ പേരിൽ ഒട്ടനവധി പഠനങ്ങളെ യുദ്ധമേഖലയിലേക്ക് തിരിച്ചുവിടാം. അതായത് ഈ യുദ്ധം ഗവൺമെൻറ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയായി മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രീതികളിൽ ഒന്നായി സ്വീകരിച്ചതിന് ശേഷം യുദ്ധം മുതലാളിത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഉപായങ്ങളിലൊന്നായി മാറി എന്നതാണ് സത്യാവസ്ഥ. യുദ്ധം അതുപോലെ തന്നെ ഒരുപാട് വലിയ മാർക്കറ്റ് തുറന്നെടുക്കുകയും ചെയ്യും. കാരണം പട്ടാളക്കാർ വലിയ രീതിയിൽ മൊബിലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടാത്തതായി ഒന്നുമില്ല. അവർക്ക് ആഹാരം മുതൽ വസ്ത്രവും വാഹനങ്ങളും മദ്യവും തുടങ്ങി സകല സാധനങ്ങളും പട്ടാളക്കാർക്ക് വേണം. വൻതോതിൽ പട്ടാളത്തിൻ്റെ കൺസംഷൻ കൂട്ടാൻ പറ്റും, അവരുടെ ഉപഭോഗം കൂട്ടാൻ പറ്റും. ജനങ്ങളുടെ നികുതി ചെലവിലാണെന്ന്, നികുതി പണത്തിൻ്റെ പുറത്താണ് എന്ന് മാത്രം. അപ്പോൾ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മാർക്കറ്റ് കൂട്ടുന്നു, അതുപോലെ തന്നെ യുദ്ധം ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നു. ഈ രണ്ട് രീതിയിൽ മുതലാളിത്ത പ്രതിസന്ധിക്കുള്ള താൽക്കാലികമായുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് മുതലാളിത്ത ഗവൺമെൻറ്റുകൾ യുദ്ധത്തിനെ കാണുന്നത്. സ്വാഭാവികമായും നമ്മൾ മുതലാളിത്തവും യുദ്ധവും തമ്മിലുള്ള
ബന്ധത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലെനിൻ ഇത് തന്നെയാണ് അന്ന് വിലയിരുത്തിയത്. അതായത് മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്ത വ്യവസ്ഥയ്ക്കുള്ളിൽ, സാമ്രാജ്യത്വ വ്യവസ്ഥയ്ക്കുള്ളിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നാണ് യുദ്ധമുണ്ടാകുന്നത്. അതല്ലാതെ രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നു എന്ന കാരണത്താൽ അല്ല യുദ്ധമുണ്ടാകുന്നത്. അങ്ങനെ രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിന്നു എന്ന കാരണത്താൽ യുദ്ധമുണ്ടാകുന്നതിന് അത്തരത്തിൽ കാര്യമായ തെളിവുകളൊന്നുമില്ല. ഏതെങ്കിലും കാലത്ത് സോവിയറ്റ് യൂണിയനും അല്ലെങ്കിൽ ചൈനയും മറ്റേതെങ്കിലും മുതലാളിത്ത രാജ്യങ്ങളും ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതിന് തെളിവുകളില്ല. മറിച്ച് മുതലാളിത്ത രാജ്യങ്ങൾക്കിടയിലുള്ള കോൺട്രഡിക്ഷനാണ്, അവർക്കിടയിലുള്ള വൈരുദ്ധ്യമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ വിപ്ലവം യുദ്ധത്തിനെ പറ്റി ഇത്തരത്തിൽ രാഷ്ട്രീയമായ, തത്വചിന്താപരമായ വളരെ കൃത്യമായ ഒരു വിലയിരുത്തൽ മുന്നോട്ട് വച്ചു എന്നതുള്ളതാണ്. ഇന്ന് ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഇന്ന് സംജാതമായിരിക്കുന്ന ആ സാർവദേശീയ സാഹചര്യത്തിൽ മുമ്പ് രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിന്നത് കൊണ്ടാണ് യുദ്ധമുണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന ഉപരിപ്ലവ ബുദ്ധിജീവികളൊക്കെ തന്നെ ഇന്ന് ഏതാണ്ട് പത്തി മടക്കിയ അവസ്ഥയിലാണ്. ഇന്ന് അതാരും പറയുന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാണേണ്ടുന്നത്, ഒക്ടോബർ വിപ്ലവം ഇന്ന് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിലനിൽക്കുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അത് സാർവത്രികമായ, സർവസ്പർശിയായ രീതിയിൽ ഒരു പരിഹാരം നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരാൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും കിട്ടും, അല്ലെങ്കിൽ സാമാന്യ വിവരമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. സമൂഹത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ഏതൊരാൾക്കും ഉത്തരമുണ്ടാകും. 1 തൊഴിലില്ലായ്മ, 2 ദാരിദ്ര്യം, 3 വിലക്കയറ്റം, 4 സാംസ്കാരിക അധപ്പതനം, 5 സ്ത്രീകളുടെ അടിച്ചമർത്തൽ. ഒരാൾക്ക് ഒരു ലിസ്റ്റ് തന്നെ പറയാൻ പറ്റും. ലോകത്ത് എവിടെ തൊഴിലില്ലായ്മ ആദ്യം പരിഹരിക്കപ്പെട്ടു? മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മാർക്സ് നടത്തിയ സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ സ്ട്രക്ചറൽ മെക്കാനിസത്തിൽ ഒരെണ്ണമാണ്. മുതലാളിത്തത്തിന് തൊഴിലില്ലായ്മ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം ലേബറിൻ്റെ കോസ്റ്റ്, ലേബറും മുതലാളിത്തത്തിൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൽപ്പന്നമാണ് ലേബർ പവർ. ആ ലേബർ പവറിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് മുതലാളിത്ത ഫാമുകൾ നഷ്ടത്തിലേക്ക് പോകുന്നു. കാരണം ശമ്പളം കൂടുതൽ കൊടുക്കുന്നു, ആ ശമ്പളം കൂടുതൽ ലാഭം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതലാളിത്ത ഫാമുകൾ നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ മുതലാളിത്തത്തിനുള്ളിൽ തന്നെ ഉള്ള ഈ ഇത്തരത്തിൽ ലേബർ പവറിൻ്റെ കോസ്റ്റ് കൂടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഘടനാപരമായ മെക്കാനിസത്തിൽ ഒന്നാണ് തൊഴിലില്ലായ്മ. അതുകൊണ്ട് തൊഴിലില്ലായ്മ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മുതലാളിത്തം ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു മുതലാളിത്തം ഉണ്ടായിട്ടില്ല. അതിന് എക്സെപ്ഷൻ എന്ന് പറയാവുന്നത് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ മാത്രമാണ്. കാരണം ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ യുദ്ധത്തിന് വേണ്ടി എല്ലാവർക്കും പട്ടാളത്തിൽ പണി കൊടുത്തു എന്നതിനാൽ തൽക്കാലത്തേക്ക് തൊഴിലില്ലായ്മ ഇല്ലാതായി. നിങ്ങൾ ബ്രിട്ടൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 2ാം ലോകയുദ്ധാനന്തരം ഏതാണ്ട് 7-8 മാസക്കാലം ബ്രിട്ടനിൽ വീണ്ടും നിർമ്മാണം നടന്നു എന്നതിനാൽ ആ സമയത്തും തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതല്ലാതെ ലോക മുതലാളിത്തത്തിൻ്റെ ചരിത്രത്തിൽ തൊഴിലില്ലായ്മ ഇല്ലാത്ത മുതലാളിത്തം ഉണ്ടായിട്ടില്ല. തൊഴിലില്ലായ്മ എവിടെ ആദ്യം പരിഹരിക്കപ്പെട്ടു? എല്ലാവർക്കും തൊഴിൽ ഉണ്ടാകാൻ സാധിക്കും. അത് ഒരു മുതലാളിത്ത ഇതര സമ്പദ് വ്യവസ്ഥയിലൂടെയാണ്. മാർക്സിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആദ്യത്തെ പ്രായോഗികമായ പരീക്ഷണവും വിജയവും ഉണ്ടായി വന്നത് സോവിയറ്റ് യൂണിയനിലാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും തൊഴിലില്ലാത്തവരുടെ സമരങ്ങളുടെ വേലിയേറ്റവും തദ്വാര ഉണ്ടായത് സോവിയറ്റ് യൂണിയനിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിനെ പറ്റി പറയുമ്പോൾ ദാരിദ്ര്യം ഇന്നൊരളവ് വരെ പുതിയ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാവുന്നതാണ്. കാരണം ജനറ്റിക് എൻജിനീയറിങ്ങും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകളും പല പല പുതിയ കൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അത് കൃഷിയുമായി ബന്ധപ്പെട്ട ഉൽപ്പാദനം വളരെ വലിയ 10 മടങ്ങായി. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് 1950-കൾക്ക് മുമ്പ് ലോകത്ത് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഫ്രീ ആയി ആഹാരം കൊടുക്കണം എന്ന് ഒരു കോൺഗ്രസിൽ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ നേതാവ് മരിച്ചതിനാൽ അത് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് സോവിയറ്റ് യൂണിയനാണ്. 19ാം കോൺഗ്രസിൽ
ആഹാരം ഫ്രീ ആക്കുന്നതിനെ പറ്റി അന്നത്തെ കോൺഗ്രസ് തീരുമാനമെടുക്കുകയും CPSUവിൻ്റെ 19ാം കോൺഗ്രസ്, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 19ാം കോൺഗ്രസ് ആ രാജ്യത്ത് മുഴുവൻ ആഹാരം ഫ്രീ ആക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയും അത് തീരുമാനമെടുക്കുകയും, പക്ഷെ 19ാം കോൺഗ്രസ്സിന് ശേഷം 6 മാസത്തിന് ശേഷം സ്റ്റാലിൻ മരിച്ചു പോവുകയും ചെയ്തു. ഇതേതെങ്കിലും തരത്തിലുള്ള ആഹാരമല്ല. കാരണം 1930കളെ പറ്റി അന്ന ലൂയി സ്ട്രോങ് സ്റ്റാലിൻ യുഗം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന ലൂയി സ്ട്രോങ്ങിൻ്റെ ആ ചെറിയ പുസ്തകത്തിൽ പോലും പറയുന്ന ഒരു കാര്യമാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്ന് നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ശരി, കടകളിൽ ഒരു കുപ്പി അവിടെ എല്ലാ സ്ഥലത്തും വച്ചിട്ടുണ്ട്. ആ കുപ്പികളിൽ ബ്രെഡ് വച്ചിട്ടുണ്ട്. ബ്രെഡും അത് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനവും. അതെന്താണ്? അത് ഫ്രീ ആണ്. ഏത് കടയിലും ആർക്കും പോയി ഫ്രീ ആയിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. ഫ്രീ ബ്രെഡാണ്. അപ്പോൾ ഈ ഫ്രീ ബ്രെഡ് എന്ന് പറയുന്ന സമ്പ്രദായം, ഏത് കട തുറന്നു കഴിഞ്ഞാലും അവിടെ ഒരു കുപ്പിയും ഫ്രീ ബ്രെഡും വയ്ക്കണമെന്നുള്ള സമ്പ്രദായം 1930കളിൽ തന്നെ ഉണ്ടായിരുന്നു. 1950കളിൽ ചർച്ച ചെയ്തത്, 19ാം കോൺഗ്രസിൽ ചർച്ച ചെയ്തത് ആൾക്കാർക്ക് പോഷകസമൃദ്ധമായ ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏത് പ്രശ്നമായാലും, അത് ആഹാരത്തിൻ്റെ ആകട്ടെ, മറ്റ് തൊഴിലില്ലായ്മയാകട്ടെ, യുദ്ധത്തിൻ്റെ പ്രശ്നമാകട്ടെ, ഇവൻ സാംസ്കാരിക അധപ്പതനത്തിൻ്റെ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെടുത്തി നോക്കുക. നമ്മൾ സിനിമ, ഇന്നിപ്പോൾ പല ആൾക്കാരും ഇവിടെ സിനിമ ചർച്ച ചെയ്യുന്നത് കണ്ടു. എന്താണ് ആധുനിക സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസൻസ്റ്റൈൻ മുതൽ തർക്കോസ്കി വരെ എവിടെ നിന്ന് ആധുനിക സിനിമ ഉണ്ടായി? ഒന്നുകിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇൻസ്പിറേഷനുമായി അതുണ്ടാക്കിയ തൊഴിലാളി വർഗ വിപ്ലവം ഉണ്ടാക്കിയ ആവേശവുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് സർവസ്പർശിയായ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ ഇന്നൊരു മാതൃകയായി എടുക്കാവുന്നത് സോവിയറ്റ് ഉദാഹരണമല്ലാതെ മറ്റേതെങ്കിലും ഉദാഹരണം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ഹെഡിങ്ങിനെ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാം, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ കാലിക പ്രസക്തി എന്നുള്ളതല്ല, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനോളം കാലിക പ്രസക്തിയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാക്കാവുന്നതാണ്. ഇല്ല എന്നുള്ളതായിരിക്കും അതിനെത്തുന്ന മറുപടി. ഇനി ഈ പ്രശ്നത്തിൻ്റെ രണ്ടാമത്തെ വശത്തിലേക്ക് വരാം. ഇന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം, അതുണ്ടാക്കിയ കടുത്ത നിരാശയ്ക്ക് ശേഷം, ഇന്ന് നമ്മൾ ലോകമാസകലം കാണുന്നത് പല തരത്തിലുള്ള വഴിതെറ്റിക്കപ്പെട്ട പ്രക്ഷോഭണങ്ങൾ. അത് ചിലയിടത്ത് ദേശീയതയുടെ പേരിലാകാം, ചില സ്ഥലത്ത് മതത്തിൻ്റെ പേരിലാകാം, ചില സ്ഥലത്ത് പ്രാദേശികതയുടെ പേരിലാകാം, മറ്റു പല പേരുകളിൽ വഴിതെറ്റിക്കപ്പെടുന്ന പ്രക്ഷോഭണങ്ങളും യുവജനങ്ങൾ അതിലേക്ക് ആകൃഷ്ടരായി അങ്ങോട്ട് പോകുന്നതുമാണ്. എന്തുകൊണ്ടുണ്ടാകുന്നു? കാരണം സോവിയറ്റ് വിപ്ലവത്തിലും മഹത്തായ ഒരു ഭാവി സോവിയറ്റ് യൂണിയൻ വാഗ്ദാനം ചെയ്തിരുന്ന ആ കാര്യത്തിലും ജനങ്ങൾക്ക്, ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ മഹത്തായ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നത് ഒരു സ്വപ്നമായി മാത്രം നിലനിൽക്കും. തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഏതാണ്ട് ഇന്നത്തെ അത്രത്തോളം വ്യാപ്തിയിലില്ലെങ്കിലും നമുക്ക് സോവിയറ്റ് വിപ്ലവത്തിൽ കാണാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യം തന്നെയാണ്. അതായത് 1895 എംഗൽസിൻ്റെ മരണത്തിന് ശേഷം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വീണ്ടും തിരിച്ചടിയുടേതായ ഒരു വഴിയിലേക്ക് പോവുകയുണ്ടായി. കൗട്സ്കിയും മറ്റ് ജർമ്മൻ പണ്ഡിതന്മാരും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അവർ ഒത്തുതീർപ്പുപരമായ ആ ലൈൻ അഡോപ്റ്റ് ചെയ്തു. ഈ ഒത്തുതീർപ്പുപരമായ ലൈൻ അഡോപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി അത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തങ്ങളുടെ പിതൃഭൂമിയെ സംരക്ഷിക്കുക, അതായത് തങ്ങളുടെ മുതലാളി വർഗത്തിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ചേരാത്ത രീതിയിൽ തൊഴിലാളി വർഗ സാർവദേശീയത എന്ന മുദ്രാവാക്യത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ ദേശീയ മുതലാളി വർഗത്തിനോടൊപ്പം ചേരുന്നത് നമ്മൾ കണ്ടതാണ്. 1914-17 ഒന്നാം ലോക യുദ്ധത്തിൽ ഇത് സംഭവിച്ചു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചനം നേടിയത്? റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ, അത് പ്ലഖനോവ് ആകട്ടെ, പ്ലഖനോവിനെ തുടർന്ന് വന്ന ലെനിനാകട്ടെ,
ഇവർ റഷ്യയിൽ നടത്തിയ പ്രത്യയശാസ്ത്ര സമരത്തിലൂടെ പുതിയ ഒരു ധാരണ, മാർക്സിസത്തിനെ സംബന്ധിച്ച് പുതിയ ഒരു ധാരണ, അന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ യുഗത്തിൽ മാർക്സിസത്തിനെ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുത്താം എന്നതിനെ സംബന്ധിച്ച സമഗ്രമായ ഒരു ധാരണ മുന്നോട്ട് വച്ചു. അതും ചെറിയ ഒരു സമരമായിരുന്നില്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിരുന്നില്ല ആ ധാരണകൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടതും. ലെനിനെ സംബന്ധിച്ചിടത്തോളം ലെനിൻ സാമ്രാജ്യത്വത്തിനെ പറ്റിയുള്ള പുസ്തകം എഴുതിയ വിവരവും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ യുഗത്തിനെ ലെനിൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ആ കാലഘട്ടത്തിലെ വിപ്ലവത്തിൻ്റെ പ്രത്യേകതകളെ ലെനിൻ അനാവരണം ചെയ്തു. ആ വിപ്ലവം നടത്തുന്നതിന് വേണ്ടി ലെനിനിസ്റ്റ് മാതൃകയിലുള്ള ഒരു പാർട്ടി എന്ന സങ്കല്പം മുന്നോട്ട് വച്ചു. ഇന്നിപ്പോൾ ചില ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ടാകാം, ലെനിനിസ്റ്റ് മാതൃകയിലുള്ള പാർട്ടികൾ തകർക്കപ്പെട്ടില്ലേ? മൂന്നാം ഇൻ്റർനാഷണൽ, അതായത് ലെനിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇൻ്റർനാഷണൽ, റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയത്തിന് ശേഷം ലോകത്തെ തൊഴിലാളി വർഗ പാർട്ടികളെ ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടായ ഇൻ്റർനാഷണൽ മുന്നോട്ട് വച്ച പാർട്ടികളിൽ നിന്ന് എത്ര എണ്ണം അതേ അളവിൽ നിലനിൽക്കുന്നുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. സത്യസന്ധമായ കാര്യമാണ്. നമുക്കിതിനെ സംബന്ധിച്ചിടത്തോളം ഇതും മറന്നുപോയിട്ട് കാര്യമൊന്നുമില്ല. അതല്ല അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത്. പക്ഷേ ലോകത്ത് ലെനിനിസ്റ്റ് പാർട്ടികളെ പറ്റി സമഗ്രമായി പഠനം നടത്തിയിട്ടുള്ള ചിലരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരിയാണ്, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു ചേർത്ത് പറയാൻ പറ്റും. അതായത്, ഒന്ന്, ലെനിനിസ്റ്റ് മാതൃകയിലുള്ള ഒരു പാർട്ടി കൂടാതെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ തൊഴിലാളി വർഗം ഏതെങ്കിലും തരത്തിലുള്ള റീസണബിളായ ഒരു വിജയം നേടിയതായി തെളിവില്ല. എവിടെയെങ്കിലും വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ലെനിനിസ്റ്റ് മാതൃകയിലുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സെമിക്കോളൻ ഇട്ടുകൊണ്ട് രണ്ടാമത്തെ ഭാഗം, പക്ഷേ ലെനിനിസ്റ്റ് മാതൃകയിലുള്ള പാർട്ടികൾ മിക്കവാറും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല, അത് തകർന്നുപോയി. തീർച്ചയായും ഈ രണ്ടാമത്തെ ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകൾ അധ്വാനം നടത്തേണ്ടതുണ്ട്, അത്യധ്വാനം നടത്തേണ്ടതുണ്ട്, ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ലെനിനിസ്റ്റ് മാതൃകയിലുള്ള പാർട്ടികൾ എന്തുകൊണ്ട് തകർന്നുപോയി, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ്, ഇതിനെപ്പറ്റി ഗവേഷണം നടത്തേണ്ടതുണ്ട്, കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ നമുക്കിവിടെ എനിക്ക് ഉത്തരമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അതിനും ഒരു മാതൃകയുണ്ട്. ആ ഉത്തരത്തിൽ എത്തുന്നതിനുള്ള മാതൃക എന്താണ്? അതും ഒക്ടോബർ വിപ്ലവത്തിന് കാരണമായ, ഒക്ടോബർ വിപ്ലവത്തിലേക്ക് നയിച്ച പ്ലഖനോവിൻ്റെയും ആദ്യം പിന്നീട് ലെനിൻ്റെയും നേതൃത്വത്തിൽ നടന്ന പ്രത്യയശാസ്ത്ര സമരം, അന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ദാർശനികവും രാഷ്ട്രീയവും സംഘടനാപരവുമൊക്കെ ആയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയുണ്ടായി. അതൊരു പ്രത്യയശാസ്ത്ര സമരമാണ് അന്നത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയത്. ആ സമരമാണ് അതിൻ്റെ പരിഹാര മാർഗം എന്നുള്ളത്, ഉത്തരമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഡിമെയ്ഡ് ഉത്തരങ്ങളില്ല, മറിച്ച് ലെനിൻ മാതൃക കാണിച്ച ഒരു സമരത്തിൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്, പ്രത്യയശാസ്ത്ര സമരത്തിൻ്റെതായ. അത്തരമൊരു പ്രത്യയശാസ്ത്ര സമരത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്താത്തിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരെ ശോഭനമായ അല്ലെങ്കിൽ സസ്റ്റൈൻഡായ ഒരു സമരത്തിൻ്റെതായ ആ പാതയിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കാലിക പ്രസക്തി, അതിൻ്റെ പല മാനങ്ങളുമുള്ള ഒരു വിഷയമാണ്. ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഭഗത് സിംഗ് പൊളിറ്റിക്കൽ വേദി ഇത്തരത്തിലൊരു ചർച്ചയും സംവാദവും ഒക്കെ ആരംഭിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ആരംഭിക്കുന്ന ഈ ചർച്ചയും സംവാദവും അത് ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറം, മറ്റ് ഇന്ത്യയിലെയും കേരളത്തിലെയും മനുഷ്യ നന്മ കാക്ഷിക്കുന്ന മറ്റ് ഇടതുപക്ഷ വിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ട് ഏറ്റെടുക്കുമെന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധികളെ മറിച്ച് കടക്കുന്നതിന് മതിയായ രീതിയിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു തലത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കും എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.